ശിവാനി, ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്? വേദനിക്കുന്നുണ്ടോ? അത് പിന്നെ ചോദിക്കേണ്ട കാര്യം. എല്ലാരും കൂടി അടിച്ചോടിച്ചില്ലേ? എന്താ ശിവാനി എന്നെ വെറുതെ നോക്കി നിൽക്കുന്ന? ഇവിടെ വന്നിരുന്ന് എനിക്ക് കിഴി പിടിച്ചൊന്ന് താന്നേ. അതെന്തിനാ ഞാൻ ചെയ്തായിരുന്നു? വേദനിക്കുന്നുണ്ടോന്ന് ചോദിച്ചു. ശരി, വേണ്ട, വിട്ടേക്ക്. വേണ്ട, വിട്ടേക്ക്. ശിവാനി, നീ എന്നെ സഹായിക്കണ്ട. എന്റെ തലയിലെ വേദന അനുഭവിക്കുന്ന വിധിയുണ്ടോ? അതാർക്കും തടയാൻ പറ്റില്ലല്ലോ. ഇതിന് കാരണക്കാരൻ ഞാനാണെന്ന് എനിക്ക് തോന്നാൻ പാടില്ലല്ലോ. താ ഇങ്ങോട്ട്. വെറുതെ ഇരുന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കായിരുന്നു നിനക്ക്? കരടി വേഷമൊക്കെ എന്തിനാ കെട്ടിയത്? ഇപ്പൊ നോക്ക്, വേദന തിന്നുന്നത്. വേദനയോ? ശിവാനി, 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 കരടി വേഷിട്ട് ഇവിടേക്ക് വന്നത് ഞാനാണെന്നറിഞ്ഞപ്പോ നിന്റെ മുഖത്ത് കണ്ട ചിരിയുണ്ടല്ലോ, അത് കണ്ട് എന്റെ വേദനയൊക്കെ മാഞ്ഞു പോയെന്നേ. ശിവാനി, നീ ഒരേ ഒരു തവണ എന്നെ ഒന്ന് മനസ്സിലാക്കി എന്നൊന്ന് ഇഷ്ടപ്പെട്ടു നോക്കി. പിന്നെ ഓരോ നിമിഷവും ഓരോ ദിവസവും നിന്റെ മുഖത്തെ ചിരി ഞാൻ മായാതെ തന്നെ നോക്കും. അയ്യോ, എന്തിനു ശിവാനി എന്നെ ഇങ്ങനെ ഇരിക്കുന്നത്? ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. നീ ഇങ്ങനെയൊക്കെ കാണിച്ച് എന്റെ മനസ്സിൽ പ്രണയം കൊണ്ടുവരാന്ന് എന്തെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ വേണ്ട, അതൊക്കെ വിട്ടേക്ക്. ശിവാനി, ഇത് സ്വപ്നമൊന്നല്ല, ഇത് ഞാൻ ചെയ്യും നടക്കാൻ പോണ കാര്യം തന്നെയാ. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ശിവാനി, ഒരു നിമിഷം. അയ്യോ, മുത്തശ്ശി എന്തോ ചരട് തന്ന് വിട്ടെന്ന് പറഞ്ഞായിരുന്നു, അതിങ്ങ് തരാവോ? ഇതെന്താ ശിവാനി കൈ തന്നിട്ട് പോകുന്നേ? പിന്നെ ഇത് ആരാ കെട്ടിത്തരാ? വേണമെങ്കിൽ സ്വയം കെട്ട്. ഞാൻ കെട്ടുകയില്ല, കെട്ടിത്തരികയുമില്ല. അയ്യോ, അപ്പൊ നീയും കെട്ടില്ലേ? അല്ല, എനിക്ക് വേണ്ടിയെങ്കിലും, അല്ല വീട്ടുകാർക്ക് വേണ്ടിയെങ്കിലും കെട്ടുന്നേ. തൃശൂർ, ഈ കാരണം കൊണ്ടൊന്നും എനിക്ക് പ്രണയം വരില്ല. തോന്നിയാലും അത് പ്രണയമാകില്ല. എനിക്ക് ചരടും വേണ്ട, നിന്റെ അടുത്ത് അടുപ്പവും വേണ്ട. ശിവാനി, ശിവാനി, ഈ ചരട് നിനക്ക് ഇന്ന് വേണ്ടെന്നൊക്കെ തോന്നിയെന്ന് വരും. പക്ഷെ ഇനി 2 ദിവസത്തിനുള്ളിൽ നീ സ്വയം കെട്ടുന്ന രീതിയിൽ ഞാൻ ചെയ്യും. നീ നോക്കിക്കോ. മധു, മധു, എന്താ പറ്റിയത്? അവനെന്തോ പറ്റിയിട്ടുണ്ട്. മധു, എന്താ പറ്റിയ? ഏട്ടാ, തൃശ്ശൂരിനെ ആരോ വണ്ടി ഇടിച്ച് കൊക്കയിലേക്ക് തള്ളിയിടുന്നതായി ഞാൻ സ്വപ്നത്തിൽ കണ്ടു. അങ്ങനെ ഒന്നും സംഭവിക്കില്ല മധു, അതൊക്കെ നിന്റെ വെറും തോന്നലാ. അതെ, തൃശ്ശൂൽ എവിടെ? തൃശ്ശൂൽ അവൻ മുതലാളുടെ വീട്ടിലല്ലേ, അവനൊന്നും സംഭവിക്കില്ല. നീ വെറുതെ ദുസ്വപ്നം കണ്ടതാ. അങ്ങനെയൊന്നുമല്ല, എനിക്കറിയാം. തൃശ്ശൂലിന്റെ ജീവൻ അപകടത്തിലാ. അവൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും ആരും അവനെ വണ്ടി കൊണ്ടിടിച്ച് കൊക്കയിലേക്ക് തള്ളിയിട്ടു. നീ ഒന്ന് സമാധാനായിട്ടിരിക്കേ, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. സ്വപ്നങ്ങളൊക്കെ സത്യാവോ? അന്ന് സ്വാമിജി കുടുംബം താറുമാറായി പോവെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഇപ്പൊ നോക്ക്, ഞാൻ ഇങ്ങനത്തെ ദുസ്വപ്നങ്ങളും കാണുന്നുണ്ട്. ഇതിന്റെയൊക്കെ അർത്ഥം എന്താ? സ്വാമിജി പറഞ്ഞ എന്താ? തൃശൂലിന്റെ ശിവാനിയുടെയും ദാമ്പത്യം തുടങ്ങിയില്ലെങ്കിൽ പ്രശ്നമാകുന്നതാണ്. ഇപ്പൊ തുടങ്ങിയല്ലോ. പിന്നെന്താ ഇങ്ങനെയൊക്കെ ദുസ്വപ്നം കാണുന്നത്? മധു, ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് വേണം കിടക്കാൻ. അപ്പൊ ഒരു ദുസ്വപ്നവും കാണില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ ബാക്കിയുണ്ട്. തൃശൂലിന്റെ കല്യാണം കഴിയുമ്പോ ഭൈരവേശ്വരൻ കോവിലിൽ പോയി തൊഴാൻ നേർച്ചയുണ്ടായിരുന്നു എനിക്ക്. ആ നേർച്ച ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ടൊക്കെയാവും ഞാൻ ഇങ്ങനത്തെ ദുസ്വപ്നമൊക്കെ കാണുന്നത്. ശരി, ആയിക്കോട്ടെ. നാളെ തന്നെ പോയി തൃശൂലിനെ കണ്ട് അവനോട് പോകാൻ പറയാം. ശരി ഏട്ടാ. മധു, നീ ഇതുപോലത്തെ നിസ്സാര കാര്യങ്ങൾക്കൊന്നും ടെൻഷൻ ആവരുത്. നിന്റെ വയറ്റിലൊരു ജീവനുണ്ട്. വെറുതെ അതിനെയും കൂടെ പേടിപ്പിക്കണ്ട. നീ സമാധാനമായിട്ടിരിക്കും. വെറുതെ മറ്റൊന്നും ആലോചിക്കണ്ട. അതല്ല ഏട്ടാ. ഇനി ഓരോന്ന് പറയാൻ നിൽക്കണ്ട. നീ കിടക്കാൻ നോക്ക്. നേരെ ഇപ്പൊ തന്നെ ഒരുപാട് കിടക്ക്. ശരി. എന്തിനാ ശിവാനി ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ഷോക്കായി പോയോ? ഇന്നേതോ വെളുത്ത കരടി വന്നതുപോലെയാ തോന്നിയത്. ശിവാനി, ഇന്നലത്തെ കാര്യമൊന്നും വെറുതെ ഓർമ്മിപ്പിക്കില്ല. അല്ല, ഇന്നെന്താ ഇങ്ങനത്തെ ഷെഫിന്റെ ഡ്രസ് ഇട്ടുകൊണ്ട് റെഡി ആയിട്ട് വന്നിരിക്കുന്നതെന്ന് ആലോചിക്കാണോ? യെസ്, ഇന്ന് ഇതാണ് എന്റെ ഡ്യൂട്ടി. കാണാൻ എങ്ങനെയുണ്ട്? ഏയ് ശിവാനി, കളഞ്ഞിട്ട് പോരുതേ. പിന്നെ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. വെറുതെ വിഷമം വരും. തൃശൂൽ, വെളുപ്പം കാലത്ത് തന്നെ നിന്റെ ശല്യം തുടങ്ങിയോ? ഇത് ശല്യപ്പെടുത്തലൊന്നല്ല ശിവാനി, നിന്റെ ഹൃദയത്തിന് ഞാൻ പറഞ്ഞു തരുന്ന ഒന്നാമത്തെ പാഠമാണ്. നിന്റെ ശല്യം കുറച്ച് കൂടുന്നുണ്ട് തൃശൂൽ. അങ്ങനെ നീ പറഞ്ഞു കഴിഞ്ഞാ എന്റെ മനസ്സിന് വിഷമം വരും, അതുപോലെ നീറിക്കൊണ്ടിരിക്കും. ഏയ് ശിവാനി, ശിവാനി എവിടേക്ക് പോകുന്നു? അവിടെ ഇരിക്കേ. നീ ഈ കോഫി കുടിച്ചേ മതിയാവൂ. ഇതാണ് ബെഡ് കോഫി. എനിക്കിങ്ങനെയുള്ള ശീലങ്ങളൊന്നുമില്ല. മാത്രമല്ല, നീ തരുന്ന ഒന്നും തന്നെ എനിക്ക് വേണ്ട. എനിക്കറിയായിരുന്നു നീ ഇങ്ങനെ തന്നെ പറയുള്ളൂ. നോക്ക്, എനിക്കിത് മതി. നീ ഒട്ടും മാറിയിട്ടില്ലെന്ന് എനിക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. എന്നുവെച്ചാ നീ അപ്പ പറഞ്ഞാലും സമ്മതിക്കില്ലായിരുന്നു, ദേ ഇപ്പോഴും സമ്മതിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? എന്തുകൊണ്ടാന്ന് വെച്ചാ ഞാൻ പറയുന്നതൊക്കെ നീ കേട്ട് കഴിഞ്ഞാ നിനക്ക് എന്നോട് പ്രണയം തോന്നുന്നുള്ളൊരു പേടിയുണ്ട്. എന്തിനാ ചിരിക്കുന്നേ? നീ ഇപ്പോഴും അതേ ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കാണല്ലോ ഓർത്തു ചിരിച്ചത്. പ്രണയം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സാധനമല്ലേ? കല്യാണം കഴിഞ്ഞാലും നിന്നെ കൊണ്ട് ഒരു പണിയും ചെയ്യിക്കാതെ ഒരു റാണിയെ പോലെ നോക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ അങ്ങനെ തന്നെ നോക്കുന്നതും. നിന്നെ കൊണ്ട് ഒരു പണിയും ചെയ്യിക്കാൻ ഞാൻ സമ്മതിക്കില്ല ശിവാനി. നീ സുഖമായിട്ട് ഇവിടെ കാലുമ കാല് കയറ്റിയിരുന്നു. ശിവാനി അവിടെ നോക്കി, കുളിച്ചിട്ട് വരാൻ വേണ്ടി തോർത്തോട് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇടാനുള്ള ഡ്രസ്സും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. താഴെ നിനക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും റെഡിയായിക്കൊണ്ടിരിക്കുക. ഇനി എന്താ വേണ്ടെന്ന് വെച്ച് പറഞ്ഞാൽ മതി, ഒക്കെ റെഡിയാക്കി തരാന്നേ. നീ ഇതൊന്നും എന്നോട് പറയാൻ നിൽക്കണ്ട. നീ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മനസ്സ് മാറാൻ പോകുന്നില്ല. ആദ്യം ഇവിടുന്ന് പോവാൻ നോക്ക്. നീ പോകുക എന്ന് പറയുന്നതിൽ തന്നെ മനസ്സിലാവും എന്റെ പ്രണയത്തിൽ നീ വീണ് പോകുന്നുള്ള പേടി നിനക്കുണ്ടെന്ന്. എനിക്കങ്ങനെ ഒരു പേടിയും ഇല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ പറയുന്നതൊക്കെ കേട്ടിരിക്കാൻ കുഴപ്പമുണ്ടാവില്ലല്ലോ. ആയിക്കോട്ടെ, നിന്നോളാം. അതിനെനിക്ക് ഒരു പേടിയും ഇല്ല. ഇത് മതി, ഞാൻ നിന്റെ കൂടെ തന്നെ നിന്നോളാം. നിന്നോ. എനിക്ക് നീന്ന് പറയുന്നത് ഒരു ജീവനില്ലാത്ത വസ്തുവിനെ പോലെ. നോക്ക്, ആ ഫോട്ടോ, പിന്നെ നിന്റെ കയ്യിലിരിക്കുന്ന ആ ചായക്കപ്പ്, പിന്നെ ഈ ലൈറ്റ്സ്, നീയും എനിക്ക് ഇതുപോലൊക്കെ. ഹലോ, നീ ഇങ്ങോട്ടേ വരുന്നേ? അത് ഞാനും അല്ല ശിവാനി, നീ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞേ എനിക്ക് ജീവനില്ലെന്ന്. ബാത്റൂമില് ആ സോപ്പ്, ബക്കറ്റ് അല്ലെങ്കിൽ ഷാംപൂ അങ്ങനെ എന്തെങ്കിലാണെന്ന് വിചാരിച്ചാൽ മതി. തൃശൂൽ, ചുമ്മാ പറഞ്ഞതാ, തമാശ വിട്ടേക്ക്. ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ പൊട്ടത്തരം പറയരുത്. അതെന്താ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ എന്നെ കൂടെ കൂട്ടോ? അല്ല, ഇങ്ങനെ വട്ടന്റെ പോലെ സംസാരിച്ച എന്നെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന ചോദിച്ചതാ. കോപക്കാരി കോപമ്മ, ദേഷ്യം കണ്ടില്ലേ? എപ്പോഴും മൂക്കത്താ ശുണ്ടി. നിന്റെ ദേഷ്യം എങ്ങനെ കുറയ്ക്കണമെന്ന് എനിക്കറിയാം. നീ താഴേക്ക് വാ, നിനക്ക് വേണ്ടി എന്തൊക്കെയാ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നെന്ന് കണ്ടോ.
അയല പൊരിച്ചതില്ല, കരിമീൻ വറുത്തതുമില്ല. തൃശൂൽ എന്താ ഇത്? നീ അടുക്കള കിടന്ന് എന്താ ചെയ്യുന്നേ? തൂത്തുമാരിക്കൊണ്ടിരിക്കുക. കാണുന്നില്ലമ്മേ ആഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താ നീ പാചകം ചെയ്യുന്നോ? ഇനിയിപ്പൊ സൂര്യൻ പടിഞ്ഞാറ് വല്ലത് ഉദിക്കോ മോനെ? അതെന്താ അങ്ങനെയൊക്കെ പറയുന്നേ? പിന്നല്ലാതെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോ വെറുതെ ഒന്ന് ചെയ്യണമെന്ന് തോന്നി. അതിലിപ്പോ എന്താ പ്രശ്നമുള്ളത്? തൃശൂർ എന്താ ഇത് ഷെഫിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഇവിടെ എന്തെടുക്ക? കൊച്ചമ്മേ, ഇതിൽ അവളെ കാണിക്കാനാന്ന് തോന്നുന്നു. ഓ അതെ അതെ, ഒരു പഴഞ്ചൊല്ലുണ്ട്. എന്താണാവോ? പുത്തനച്ചി പൊരപ്പുറം തൂക്കുവെന്ന്. അതിപ്പോ ഇവിടെ തിരിച്ച. അയ്യോ അമ്മായി, എന്റെ ഭാര്യ ഉണ്ടാക്കിയ ആഹാരം കഴിച്ചിട്ട് 2 ദിവസം ബാത്റൂമിൽ പായിട്ട് കിടക്കുമായിരുന്നു. ഇനി ഇവനുണ്ടാക്കിയത് കഴിച്ച എന്താവോ എന്തോ. ട്രൗസർ ഇടാൻ കുടിക്കും. അമ്മാവാ, അത് അമ്മായി, ഇത് മരുമകൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ആഹാരം കഴിച്ചിട്ട് പിന്നെ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ മതിന്നേ. എന്തെന്നാ തൃശ്ശൂലെ ഇത്? പെൺകുട്ടികളെ പോലെ ആഹാരമൊക്കെ പാചകം ചെയ്യുന്നത്. ഇവിടെ ജോലിക്കാരുണ്ട്, നിന്റെ അമ്മയുണ്ട്, അവരൊക്കെ ചെയ്യില്ലേ? അതെന്താ അമ്മ അങ്ങനെ പറയുന്നത്? ഇന്ന് ഫുഡ് ഡിപ്പാർട്ട്മെന്റ് എന്റേതാണ്. ഞാൻ ഫുഡ് ഉണ്ടാക്കും, നിങ്ങളത് കഴിച്ചാൽ മാത്രം മതി. തൃശൂൽ, ആമ്പിള്ളേര് ചെയ്യേണ്ട വേറെ പല ജോലികളുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് ചെയ്യാ വേണ്ടത്. പെമ്പിള്ളേരാണ് ഇങ്ങനെ രുചിയോടെ ഓരോന്നൊക്കെ ഉണ്ടാക്കി തരേണ്ടത്. കറക്റ്റ് തന്നെ പറഞ്ഞു. നമുക്ക് വേറെ ഒരുപാട് ജോലികളുണ്ട്. അത് ആലോചിക്കുമെന്ന ഭയങ്കര ക്ഷീണമാണ്. അമ്മേ, ആണുങ്ങൾ ആഹാരം ഉണ്ടാക്കാൻ പാടില്ലെന്ന് നിയമം ശാസിക്കുന്നൊന്നുമില്ല. അത് മാത്രമല്ല, കുക്കിങ്ങിന്റെ കാര്യം എടുത്ത് നോക്കിയാ ആണുങ്ങൾ തന്നെയായിരിക്കും നടന്മാർ. ഓ, അതെങ്ങനെ? അതെങ്ങനെയാന്ന് വെച്ചാ, അയില, മത്തി, ചൂര, കാരി, കണവ, കിളിമീൻ, കൂരി, കരിമീൻ, വറ്റവാള, ബ്രാല്, ചൊരക, ഐക്കൂര, നെത്തോലി, ഐക്കൂര, നെത്തോലി. ഓ, നാളെ പാചകം ഒന്നും നിങ്ങൾ കേട്ടിട്ടില്ലേ? നോക്ക്, ആഹാരം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ആരെയെങ്കിലും നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഭീമസേനനെ ആയിരിക്കും ഉദാഹരണമായിട്ട് എടുക്കാൻ പോകുന്നത്. അല്ലാതെ ആരെങ്കിലും പെണ്ണുങ്ങളുടെ പേര് പറയാറുണ്ടോ? നോക്ക്, നമ്മൾ നള പാചകക്കാരനെ പറയാറുള്ളൂ, നള പാചകക്കാരി എന്ന് പറയാറില്ല. അയ്യോ മതിമോനെ, മതി മതി നിന്റെ പാചകം. നിന്റെ കയ്യിൽ നിന്ന് ഇനി ആഹാരം കൂടെ കഴിച്ചാ പിന്നെ തീർന്നു. ഇപ്പൊ ഉള്ള ആരോഗ്യം സൂപ്പറാ, സൂപ്പർ. നീ ഉണ്ടാക്കിയത് തിന്നു കഴിഞ്ഞാ അങ്ങനെയാണെങ്കിൽ മുത്തശ്ശി തിന്നണ്ട, വിട്ടുപോയെ. നോക്കിയേ, ഇന്ന് കുക്കിംഗ് ചെയ്യുന്നത് ഞാനാണ് ഫിക്സ്. ഇന്ന് ഞാൻ കുക്ക് ചെയ്യുന്നത് കഴിച്ചാലേ പിന്നെ നിങ്ങൾ ആരും ഈ അടുക്കളയിലേക്ക് കയറാനേ പോകുന്നില്ല. നോക്കിക്കോ, ഇപ്പൊ നിങ്ങള് ദയവേത് പുറത്തേക്ക് പോകാൻ നോക്കിയേ. പോയെ. എടാ, നീ ഞങ്ങൾ ഇവിടുന്ന് ഓടിക്കുവാണോ? ശരി ആയിക്കോട്ടെ, എന്തായാലും നീ എന്താ ഉണ്ടാക്കുന്നത് നോക്കട്ടെ. കറക്റ്റാടാ. ഇവൻ ഉണ്ടാക്കുന്നത് ഇവന് തന്നെ തിന്നാൻ പറ്റുമോ നോക്കാം നമുക്ക്. നിന്നില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. തിന്നിട്ട് ആശുപത്രി പോകുന്നതിലും നല്ലതല്ലേ? ദമയന്തി, എനിക്കിന്ന് ഡയറ്റിംഗ് ആകട്ടോ. അങ്ങനെയാ? ഇത് കഴിക്കാനേ ഞാനില്ല മോനെ. ആദ്യം നിങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ നോക്ക്. പോയെ പോയെ പോയെ. അല്ല, നീ എന്താണ് ഹിറ്റ്ലറെ പോലെ പെരുമാറുന്നത്? അവൻ ഹിറ്റ്ലറാണ്, ഞാൻ ബട്ട്ലറാണ്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് പോകാൻ നോക്കിയേ. ആ ഒരു ഹെൽപ്പ് ചെയ്താൽ മതി. പോകാൻ നോക്ക് പ്ലീസ്. എന്തൊരു നല്ല മണമായത്. തൃശ്ശൂൽ ആഹാരം ഉണ്ടാക്കുമ്പോ എന്തു മണമാ വരുന്നത്. അമ്മേ, ഈ മണം അടിക്കുമ്പോ തന്നെ കഴിക്കാൻ തോന്നുക. ഇത്ര സന്തോഷത്തിൽ അവൻ ആഹാരം വെക്കുന്നുണ്ടെങ്കിൽ എന്തോ കാര്യമായിട്ടുള്ള കാര്യമുണ്ട്. ഒന്ന് ചുമ്മാ ഇരിക്കും ഗോവിന്ദ. അവൻ ഉണ്ടാക്കുന്നതേ ഞങ്ങൾക്കൂടെ വേണ്ടിയാ. അതൊന്നുമല്ലെന്നേ, അവൻ ആഹാരം ഉണ്ടാക്കുന്നത് എനിക്ക് വേണ്ടിയാ. നോക്കി, എന്റെ ഫേവറേറ്റ് നൂഡിൽസിന് മണമല്ലേ വരുന്നേ. ഗോവിന്ദ, നീ ഒന്ന് ചുമ്മാ ഇരുന്നേ. അവനുണ്ടാക്കുന്നതേ നല്ല ഹൽവയാ.
അതും നെയ്യില്. സ്മെല്ല് കേട്ടിട്ട് മനസ്സിലായില്ലേ നിനക്ക്? എനിക്ക് വേണ്ടിയാണ്. അവൻ എനിക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കുന്നേ. ഇല്ല ഇല്ല ഞങ്ങൾക്കാ. അതെ, അവനതൊന്ന് ഉണ്ടാക്കട്ടെ. ആർക്ക് വേണ്ടിയാണെന്ന് അപ്പോഴറിയാം. സ്റ്റോപ്പ് ഇറ്റ്. ഓരോ തവണയും ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് നീ ആദ്യം നിർത്ത്. ആരെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. എന്ന് വെച്ചാ എന്ത് ചെയ്യണമെന്നാണ് നീ തീരുമാനിച്ചിരിക്കുന്നത്? ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇനി അതിന്റെ റിസൾട്ടിന് കാത്തിരിക്കുക. മനസ്സിലായില്ല. ശത്രുവിന്റെ മരണം ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ മരണ വാർത്ത അറിഞ്ഞാൽ മാത്രം മതി. ആരുടെ മരണം? എന്താണ് നീ ചെയ്തത്? ഇത് നോക്ക്. എന്താ ഇത്? ജീപ്പ് ബ്രേക്കിന്റെ നട്ടും ബോൾട്ടും ഇത്. ഇതെന്തിനാണ് എന്നെ കാണിക്കുന്നത്? ഇതുകൊണ്ട് എന്താവാനാണ്? ഇത് തൃശ്ശൂൽ ഓടിക്കാൻ പോകുന്ന ജീപ്പിന്റെ. തൃശ്ശൂൽ ഓടിക്കുന്ന ജീപ്പിന്റെ സ്റ്റിയറിംഗ് ഓയിൽ പൈപ്പ് ഞാൻ കട്ട് ചെയ്തിരിക്കുക. അത് മാത്രമല്ല, അതിന്റെ ബ്രേക്കും ഫെയിലിയർ ആക്കിയിരിക്കുക. തൃശ്ശൂൽ ആ ജീപ്പ് എടുത്ത് ഒരു 5 കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോഴേക്കും അപകടത്തിൽ പെട്ടിരിക്കും. ത്രിവിക്രം, ഇത് കുട്ടിക്കളിയാണെന്ന് വിചാരിച്ചോ? നീ എന്താണ് ഈ കാണിക്കുന്നത്? പിന്നെ ഞാൻ അവനെ പൂട്ട് പൂജിക്കണോ? ശത്രുവിനെ സംഹരിക്കുകയാണ് വേണ്ടത്, അല്ലാതെ ആരതി ഒഴിയല്ല. ആദ്യം തന്നെ നിന്റെ ഈ ഭ്രാന്ത് പറച്ചിൽ നിർത്തു. തൃശ്ശൂരിന് ഒരു കാരണവശാലും ഒന്നും സംഭവിക്കരുത്. എന്തുകൊണ്ട് സംഭവിക്കരുത്? അവൻ ചാവണ്ടോന്ന് തന്നെയാ. ത്രിവിക്രം, തൃശ്ശൂരിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ നിന്നെ ഒരിക്കലും വെറുതെ വിടില്ല. എന്താ ഞാൻ അവനെ എന്തെങ്കിലും ചെയ്താ അതിന് നിനക്കെന്താ? അത് നിന്നെ അറിയിക്കേണ്ട ആവശ്യമില്ല. നിന്റെ ശിവാനിയെ നീ എടുത്തോ. പക്ഷെ അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ അവനെ ഉറപ്പായിട്ടും കൊല്ലും. ഇനി എന്തൊക്കെ സംഭവിച്ചാലും അത് ഞാൻ ചെയ്യും.